നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുടെ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ പറയും. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ചെന്താമരയുടെ അറസ്റ്റ് എന്ന് പ്രതിഭാഗം വാദിച്ചു. അറസ്റ്റ് വിവരം പ്രതിയെ രേഖാമൂലം അറിയിച്ചില്ലെന്നും വാദം. അറസ്റ്റ് വിവരം പ്രതിയെയും സഹോദരനെയും അറിയിച്ചിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്നോളാം എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ജാമ്യത്തിനായി അപേക്ഷിച്ചിരിക്കുന്നത്. ജാമ്യാപേക്ഷയിൽ എന്തൊക്കെ പറയുന്നുണ്ട്? ലക്ഷ്മി, ജാമ്യാപേക്ഷയിൽ പ്രധാനമായും പറയുന്നത് ചെന്താമരയുടെ അറസ്റ്റ് നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിച്ചില്ല. സാധാരണഗതിയിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്ന് വ്യക്തമാക്കി അതിന് പ്രത്യേക രേഖ സമർപ്പിക്കേണ്ടതുണ്ട്. ഇത് സുപ്രീം കോടതിയുടെ നിർദ്ദേശമാണ്. എന്നാൽ അത്തരത്തിലുള്ള നിർദ്ദേശമൊന്നും പോലീസ് പാലിച്ചില്ല എന്നും അങ്ങനെയുള്ള അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള അറസ്റ്റ് നിയമവിരുദ്ധമായി കണക്കാക്കി അയാൾക്ക് ജാമ്യം അനുവദിക്കണം എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ പ്രോസിക്യൂഷൻ പറയുന്നത് അറസ്റ്റ് വിവരം അറിയിച്ചിട്ടുണ്ട്, അതിന്റെ രേഖ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അത് ഇന്റിമേഷൻ മാത്രമാണ്. എന്തിനാണ് അറസ്റ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്നത് വിശദമാക്കി ഈ രേഖയിൽ ഇല്ല എന്നുള്ളത് പ്രതിഭാഗം പറയുന്നു. അതോടൊപ്പം പ്രോസിക്യൂഷൻ ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായാൽ അതിന് പരിഹാരമായി ജാമ്യം അനുവദിക്കുക എന്നുള്ളതല്ല, അത് മറ്റെന്തെങ്കിലും കോടതിക്ക് പരിശോധിച്ച് നടപടി സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ജാമ്യം അനുവദിക്കാനുള്ള ഒരു കാരണവും അതാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും മറ്റന്നാളാണ് ഇതിൽ വിധി പറയുക. ഇതിൽ അറസ്റ്റ് സംബന്ധിച്ച് പ്രോസിക്യൂഷൻ പ്രതിഭാഗം പ്രധാനമായും ഈ അറസ്റ്റിലെ നടപടിക്രമങ്ങളിലെ വീഴ്ച മാത്രമാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്, പാലക്കാട് നിന്ന്.